രണ്ടാം ഊഴത്തിൽ കിളി പറന്ന മട്ടിലാണ് ട്രംപ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വിവാദ പ്രസ്താവനകൾ നടത്തി പുലിവാലി പിടിച്ചു. എന്നിട്ടും ട്രംപ് ജയിച്ചു. രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റായി. അധികാരം ഏറ്റെടുത്തയുടൻ ലോകത്തെ ശരിപ്പെടുത്താൻ ഇറങ്ങി വെട്ടിലായി. ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കണമെന്ന വമ്പൻ പ്രഖ്യാപനം നടത്തി. എന്നും അമേരിക്കയ്ക്കൊപ്പം നിന്ന സൗദി അറേബ്യയെ പോലും വെറുപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ നിലപാടിനോടുള്ള അതൃപ്തി പരസ്യമായി തന്നെ സൗദി പ്രഖ്യാപിച്ചു. ഇസ്രായേലിനോട് പോലും കൂട്ടുകൂടാൻ ഇറങ്ങിയ രാജ്യമാണ് സൗദി എന്നോർക്കണം. നാറ്റോ രാജ്യങ്ങൾ പോലും ട്രംപിന്റെ നീക്കത്തിൽ അതൃപ്തരാണ്. അയർലൻഡ് ഗസയ്ക്ക് സാമ്പത്തിക സഹായമായി എത്തി. അങ്ങനെ ലോകത്തെ മുഴുവൻ വെറുപ്പിച്ചു മുന്നേറുകയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലും ട്രംപിന്റെ നീക്കങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിഷേധം കനത്തപ്പോൾ ഗസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന് ട്രംപിന് പറയേണ്ടി വന്നു. എന്നാൽ നെതന്യാഹുവിലൂടെ തന്റെ താൽപ്പര്യങ്ങൾ ട്രംപ് നടപ്പാക്കുമെന്ന ആശങ്കയുണ്ട്. അതിനിടെയാണ് അമേരിക്കയിൽ നിന്ന് ചില നിർണായക റിപ്പോർട്ടുകൾ വരുന്നത്. ട്രംപിനെതിരെ ഇംപീച്ച്മെന്റിന് നീക്കം. ഗസ ഏറ്റെടുക്കാനും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാനുമുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ സ്വീകരിക്കാൻ ഒരു വിഭാഗം നീക്കം നടത്തുന്നത്. ടെക്സസിൽ നിന്നുള്ള അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി അൽ ഗ്രീനാണ് ഇംപീച്ച്മെന്റ് നീക്കത്തിന്റെ സൂത്രധാരൻ. നിരവധി ഡെമോക്രാറ്റിക് അംഗങ്ങളും അൽ ഗ്രീൻ ഒപ്പമുണ്ടെന്നാണ് റിപ്പോർട്ട്. ട്രംപിന്റെ ഗസ ഉന്മൂലന സിദ്ധാന്തം വന്നതിന് പിന്നാലെ ചില അമേരിക്കൻ സെനറ്റർമാർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അമേരിക്കയിലെ ഉപരിസഭയായ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും ട്രംപിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഗസ പദ്ധതി നിന്ദ്യമായ പ്രവൃത്തിയാണ് എന്നാണ് ഗ്രീൻ തുറന്നടിച്ചത്. ട്രംപിനെ മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഗ്രീൻ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പിന്നോട്ടില്ലെന്നും ഗ്രീൻ മാധ്യമങ്ങളെ അറിയിച്ചു. ട്രംപിന്റെ ഒന്നാം ഊഴത്തിലും ശക്തമായ നിലപാടുകളുമായി ഗ്രീൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആദ്യ ഭരണത്തിൽ 3 തവണയാണ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ ഗ്രീൻ ശ്രമം നടത്തിയത്. എന്നാൽ ഇത്തവണ ട്രംപിനെ ശരിക്കും കുടുക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് ഗ്രീന്റെ നീക്കം. US പ്രസിഡന്റ് ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങൾ തുടരുന്നതിനിടെ തിരിച്ചടികളും നേരിടുന്നുണ്ട്. ട്രംപിന്റെ വിശ്വസ്തനും കോടീശ്വരനുമായ മസ്കിന് നേരിട്ട തിരിച്ചടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും വന്നു. US പൗരന്മാരുടെ വ്യക്തിവിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ ശേഖരിക്കാനായിരുന്നു ഇലോൺ മസ്കിന്റെ ശ്രമം. ഈ നടപടി കോടതി തടഞ്ഞിരിക്കുകയാണ്. മസ്കിന്റെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പാണ് ലക്ഷക്കണക്കിന് US പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സാമൂഹ്യ സുരക്ഷാ വിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ശേഖരിക്കാൻ നടപടി തുടങ്ങിയത്. വ്യാപക പ്രതിഷേധം ഉയർത്തിയ ഈ നീക്കം US ഡിസ്ട്രിക്ട് ജഡ്ജി പോൾ എ എങ്കൽമേറാണ് തടഞ്ഞത്. ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനാണ് എഫിഷ്യൻസി വകുപ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യം ദുരുപയോഗം ചെയ്ത് പൗരന്മാരുടെ വിവരങ്ങൾ മസ്കും കൂട്ടരും തട്ടിയെടുക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 19 അറ്റോർണി ജനറൽമാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവ്.